സംയുക്ത കാർഷിക സമരസമിതിയുടെ നേതൃത്വത്തിൽ നെമ്മാറ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. കേന്ദ്ര സർക്കാരിന്റെ കർഷകദ്രോഹ നയങ്ങൾക്കെതിരെ ഇടതുപക്ഷ കർഷക സംഘടനകളുടെ നേതൃത്വത്തിലാണ് ധർണ നടത്തിയത്. ധർണ കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കെ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കാണാൻ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളാണ് തടസ്സമെന്ന് സി കെ രാജേന്ദ്രൻ പറഞ്ഞു. നെൽകർഷകർക്ക് സംഭരണ വില നൽകുന്നതിൽ കേന്ദ്ര സർക്കാർ വിഹിതം കൃത്യമായി ലഭിക്കുന്നില്ല. എങ്കിലും സംസ്ഥാന സർക്കാർ മുഴുവൻ തുകയും കർഷകർക്ക് നൽകുന്നു. വന്യമൃഗശല്യം നിയന്ത്രിക്കുന്നതിൽ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം തടസ്സം നിൽക്കുന്നു. രാസവളത്തിന്റെയും പെട്രോൾ, ഡീസൽ എന്നിവയുടെ വില വർദ്ധിപ്പിക്കുന്ന കേന്ദ്ര സർക്കാർ നയം കർഷകന് ഉൽപാദന ചെലവ് വർദ്ധിപ്പിക്കാൻ കാരണമായതായും സി കെ രാജേന്ദ്രൻ പറഞ്ഞു. രാജ്യമാകെ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള സമരം നടക്കുന്ന ഈ ഘട്ടത്തിൽ കാർഷിക മേഖലയുടെ തകർച്ചയും അത് സാമൂഹ്യ ജീവിതത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രത്യാഘാതങ്ങളും എത്ര വലുതാണ് എന്ന തിരിച്ചറിവോടുകൂടി ആ വിഷയം കൈകാര്യം ചെയ്യാനോ ഇടപെടാനോ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ തയ്യാറാവുന്നില്ല. പ്രഖ്യാപനങ്ങളും പ്രസംഗങ്ങളും അല്ലാതെ കേന്ദ്ര ഗവൺമെന്റിന്റെ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ നമ്മുടെ രാജ്യത്തെ കൃഷിക്കാർക്ക് ലഭിക്കുന്നില്ല എന്നതാണ് രാജ്യത്തെ കൃഷിക്കാരെ ആകെ ഈ സമരത്തിലേക്ക് ഇറക്കുന്നതിന് ഇടയാക്കിയിട്ടുള്ളത്. കേരളത്തിൽ ഒരുപാട് കാര്യങ്ങൾ പ്രധാനമന്ത്രി നടപ്പിലാക്കുന്നു എന്നാണ് BJP-ക്കാർ പ്രസംഗിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഫണ്ട് വരുന്നുണ്ട്, പ്രധാനമന്ത്രി 6000 ഉറുപ്പിക തരുന്നുണ്ട് എന്നെല്ലാം വലിയ തോതിൽ പ്രസംഗിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ കൃഷിക്കാർ, ലക്ഷക്കണക്കിന് കൃഷിക്കാർ സമരരംഗത്തേക്ക് വരുന്നത്? അപ്പം അവിടെയൊന്നും സഹായിക്കാതെ എല്ലാം കേരളത്തിന് സഹായിച്ചിട്ടാണോ? കിസാൻ സഭ നേതാവ് KN മോഹനൻ അധ്യക്ഷനായി. KD പ്രസിഡന്റ് MLA CPIM കൊല്ലങ്കോട് ഏരിയ സെക്രട്ടറി K പ്രേമൻ, CPI നേതാവ് R ചന്ദ്രൻ, തോമസ് ജോൺ, M മുഹമ്മദ് ഇബ്രാഹിം, TK പരമേശ്വരൻ എന്നിവർ പ്രസംഗിച്ചു.